നല്ല തെറി, അതൊരു 3 തലമുറയ്ക്ക് തികയുന്ന തെറിയാ കൊച്ചു വാങ്ങിച്ചു. മുളകും താരം സിദ്ധാർത്ഥ് പ്രഭു മദ്യപിച്ച് വാഹനമോടിച്ചതും നടുറോട്ടിലുണ്ടായ പ്രശ്നങ്ങളുമൊക്കെയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയയിലെ ചർച്ചാവിഷയം. സിദ്ധാർത്ഥ് പ്രഭുവെ പരിഹസിച്ചും വിമർശിച്ചും നിരവധി പേർ രംഗത്തെത്തിയിരുന്നു. ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരമാണ് സിദ്ധാർത്ഥ്. തട്ടിയും മുട്ടിയും ഉപ്പും മുളകും എന്ന 2 പരമ്പരയിലൂടെയാണ് സിദ്ധാർത്ഥ് മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയത്. ഉപ്പും മുളകിലും ലച്ചുവിൻ്റെ ഭർത്താവായാണ് സിദ്ധാർത്ഥ് അഭിനയിച്ചു വരുന്നത്. ഉപ്പും മുളകിൽ ഇനി സിദ്ധാർത്ഥ് ഉണ്ടാകുമോ എന്ന സംശയമാണ് ഇപ്പോൾ ആരാധകർക്ക്. അതുപോലെ മുമ്പ് മുടിയൻ്റെ ഒരു കേസ് വന്നപ്പോൾ ശ്രീകണ്ഠൻ നായർ മുടിയനെ പറഞ്ഞു വിടുകയാണുണ്ടായത്. അതുപോലെ സിദ്ദു ഇനി ഉപ്പുമുളകിലും കാണില്ലയോ എന്ന ആശങ്ക പ്രേക്ഷകരുടെ മനസ്സിലുണ്ട്. അത് കമൻറ്റിലൂടെ പ്രേക്ഷകർ ചോദിക്കുന്നുമുണ്ട്. സിദ്ദുവിനെ പറഞ്ഞു വിടരുത് എന്നാണ് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നതും. ശ്രീകണ്ഠൻ നായർ സിദ്ദുവിൻ്റെ കാര്യത്തിൽ എന്തു തീരുമാനമാണ് എടുക്കുന്നതെന്ന് കണ്ടുതന്നെ അറിയണം. കുറച്ചു നാളത്തെ ഇടവേളയ്ക്ക് ശേഷം സിദ്ദു വന്നതിന് ശേഷമാണ് ഉപ്പും മുളകും വീണ്ടും ജനശ്രദ്ധ ഇടിച്ചുവാങ്ങിയത്. ഇനി സിദ്ദു അതിൽ നിന്നും മാറിക്കഴിഞ്ഞാൽ എന്താണ് ഉപ്പുമുളകിൻ്റെ അവസ്ഥ എന്ന് പറയാൻ പോലും പറ്റില്ല. അതുകൊണ്ട് തന്നെ സിദ്ദുവിനെ പറഞ്ഞു വിടരുത് എന്ന് ആരാധകർ ഒന്നടങ്കം പറയുകയാണ്. ഇത്തവണത്തേക്ക് ക്ഷമിക്കണം, അവനൊരു ചെറുപ്പക്കാരനല്ലേ എന്നൊക്കെയാണ് ആരാധകർ കമൻറ്റിലൂടെ പറയുന്നത്.